ഹായ് ഫ്രണ്ട്സ്, ഡ്രീം വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഞാനിന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു യാത്ര. അപ്പോൾ അതിലുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ എല്ലാം പങ്കിട്ട് നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. വായോ. തിരുവനന്തപുരം ജില്ലയിലെ അതിമനോഹരമായ വെള്ളച്ചാട്ടങ്ങളിൽ ഒന്നാണ് കല്ലാർ മീൻമുട്ടി വാട്ടർഫോൾസ്. നമ്മൾ ഇന്ന് അങ്ങോട്ടേക്കാണ് പോകുന്നത്. മനോഹരമായ മലനിരകൾക്കിടയിൽ കോട നിറഞ്ഞ തേയിലത്തോട്ടങ്ങൾ കണ്ടു തുടങ്ങി. ഞങ്ങൾ ഏകദേശം കല്ലാർ എത്തിയിട്ടുണ്ട്. നമ്മൾ അകത്തേക്ക് പോകുന്നതിന് മുന്നേ ഇതിൻ്റെ എൻട്രൻസിൽ തന്നെ നമുക്ക് ടിക്കറ്റ് കൗണ്ടറുണ്ട്. അവിടെ ടിക്കറ്റ് എടുക്കാനും നമ്മുടെ ഡീറ്റെയിൽസ് കൊടുക്കണം, വണ്ടി നമ്പർ, നമുക്കിപ്പോൾ എത്ര പേരുണ്ട്, ഇതെല്ലാം അവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് കയറിയിട്ടുണ്ട്. ഇതൊരു മൺ റോഡാണ്. ഇരുവശങ്ങളിലും പടുകൂറ്റൻ മരങ്ങളും ഈറക്കാടുകളും നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ഇതിനകത്തൂടെ പോകുമ്പോൾ പലതരം പക്ഷികളുടെ സൗണ്ട് നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. ശരിക്കും നല്ലൊരു എക്സൈറ്റ്മെൻറ്റാണ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ. കുറച്ചകത്തേക്ക് വരുമ്പോൾ ഇവിടെ 2-3 കെട്ടിടങ്ങളുണ്ട്. അതിവിടുത്തെ സ്റ്റാഫുകളുടെ ക്വാർട്ടേഴ്സ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ പശു, ആട്, കോഴി ഇതിനെയൊക്കെ അവർ വളർത്തുന്നുമുണ്ട്. അതിനടുത്തായിട്ട് തന്നെ ഒരു കാട്ടുപോത്തിൻ്റെ പിക്ചർ വെച്ചിട്ടുണ്ട്. അത് ഈ യാത്രക്കാർ ശ്രദ്ധിച്ച് പോകാൻ വേണ്ടിയിട്ടായിരിക്കും. ഇതുപോലുള്ള കാട്ടുമൃഗങ്ങൾ ഇതിനകത്തുണ്ടാവും, അതായിരിക്കും അവരങ്ങനെ ബോർഡ് വെച്ചിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ പാർക്കിംഗ് സെക്ഷനിൽ എത്തിയിട്ടുണ്ട്. അവിടെ ഒരു ചേച്ചി ഞങ്ങൾക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം പറഞ്ഞു തന്നു. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. ഞങ്ങൾ കാൽനട യാത്ര തുടങ്ങുകയാണ്. ഇവിടെ നിന്ന് കുറച്ച് ദൂരം മുന്നോട്ട് പോയാൽ മാത്രമേ നമ്മൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് എത്തത്തുള്ളൂ. വലിയ തിരക്കില്ലാതെ കുടുംബത്തോടെ സമയം ചെലവഴിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് മീൻമുട്ടി. ഇടത് സൈഡിൽ കൂടെയാണ് കല്ലാറ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇത് വലിയൊരു ചരിവാണ്, ഒരു ചരിഞ്ഞ പ്രദേശമാണ്. ഇരു സൈഡുകളിലും ഈറ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. ചെറിയ ഒരു കമ്പി വെച്ചിട്ട് ചെറിയ രീതിയിലൊരു സംരക്ഷണ വലയം തീർത്തിട്ടുണ്ട്. കുഞ്ഞു പിള്ളേരുമായിട്ടൊക്കെ വരുമ്പോൾ ഇച്ചിരി ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ്. ഇത്ര എത്തിയപ്പോൾ തന്നെ ഞങ്ങൾ വളരെയധികം ടയേർഡായി. ഇനി ഒത്തിരി ദൂരം നടന്നു പോകാനുണ്ട്. വഴി ചെറിയൊരു വഴിയാണ്. വേരും കല്ലും ഒക്കെ നിറഞ്ഞ ഒരു സ്ഥലമാണ്. ഇവിടെ സന്ദർശകർ സൂക്ഷിക്കുക എന്ന് പറഞ്ഞിട്ട് ബോർഡ് വെച്ചിട്ടുണ്ട്. അതുപോലെ ഇതൊരു അപകട മേഖല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 2-3 ബോർഡുകൾ വെച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ സ്ക്വാഡുണ്ട്. അവർ പറയുന്ന നിർദ്ദേശങ്ങൾ പാലിച്ച് വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട്. വൈകുന്നേരത്ത് അതിന് നമുക്കിവിടെ നമ്മുടെ സമയം എന്ന് പറയുന്നത് 4:30 നമ്മൾ എല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങണം. 5-ന് മുൻപ് എല്ലാവരും പൂർണ്ണമായിട്ട് ഇറങ്ങും. 4 മണിയോടുകൂടി കയറ്റും വരുന്ന ആൾക്കാരായിട്ട് 5 മണിക്ക് മുൻപ് പൂർണ്ണമായിട്ട് ഇറങ്ങും. പിന്നീട് മൃഗങ്ങളെല്ലാം വരുന്ന സ്ഥലമാണ്. അതുകൊണ്ട് ആരും പ്രതികരിച്ച് നിൽക്കാൻ നമ്മൾ സമ്മതിക്കില്ല. മൃഗം വന്നാലും നമ്മൾ പ്രതികരിക്കും. അത് വരുന്നത് ഇപ്പം നിങ്ങളിപ്പോൾ ഇവിടെ നമ്മൾ ഇപ്പോൾ 9, 9, 7,
17 പേര് നമ്മളുണ്ട്. ഈ 17 ഇരിക്കുന്ന സമയത്ത് ഒരു ആന വന്നാൽ ഈ 17 പേരെയും സുരക്ഷിത സ്ഥലത്ത് ഞാൻ എത്തിക്കണം. അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ട് ആന അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വരുവാണെങ്കിൽ എനിക്കറിയാം അത് ഇങ്ങോട്ട് വരാൻ പോകുന്നു എന്ന് എൻ്റെ മനസ്സിൽ ചിന്തിച്ചിട്ട് ഞാൻ പറയും നിങ്ങൾ ഇങ്ങോട്ട് മാറാൻ പറയും. അപ്പം നിങ്ങൾ അങ്ങോട്ട് മാറുമ്പോഴത്തെ ആന നേരെ നിങ്ങളെ ശബ്ദം പോലും ഉണ്ടാക്കാൻ സംഭവിക്കില്ല. അപ്പം നിങ്ങൾ ശബ്ദം എല്ലാ ദിവസവും വരുവാണ്? മിക്കവാറും എല്ലാ ദിവസവും വരും. വന്നിട്ട് ഇതിനെ മേളിലോട്ട് അങ്ങ് ഇറങ്ങി പോകും. അഥവാ മേളിന്ന് താഴോട്ട് വരികയാണെങ്കിൽ എനിക്കറിയാം ആന വരികയാണെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് പോകുന്നു. അങ്ങനെ വരുന്ന ഞാൻ എന്ത് പറയും നിങ്ങളോട് പറയും. ഇപ്പം നമ്മൾ മിനിറ്റിലൊക്കെ അതങ്ങ് പോകും. അതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ അതിനു വേണ്ടിയാണ് ഈ 100 മീറ്റർ ഇടവിട്ട് ഓരോരുത്തരെയും ഇരുത്തിയിരിക്കുന്നതിൻ്റെ ഉദ്ദേശം അത് തന്നെയാണ്. ഇതിൽ പ്രധാനമായിട്ടുള്ള സ്ഥലം ഇതാണ്. അപ്പോൾ അതിന് എല്ലാ സ്ഥലത്തും എല്ലാവരെയും ഇരുത്തൂല, എല്ലാ സ്ഥലത്തും ഇരുത്തൂല. ഈ സ്ഥലത്ത് ഇരിക്കാൻ ഇപ്പം എൻ്റെ പ്രായമല്ല, എൻ്റെ അറിവാണ് അതിന് കാരണം. അപ്പം നമ്മൾ ഏറ്റവും അടുത്ത ആനയെ കണ്ടും പരിചയപ്പെട്ടത് ആയതുകൊണ്ട് നമുക്കതിനുള്ള ചുമതലയുണ്ട്. അത് നമ്മൾ പറഞ്ഞാൽ അനുസരിക്കുകയും ചെയ്യും. അതാണ് ഇവിടുത്തെ പരിപാടി. ഞങ്ങളെ വളരെയധികം അതിശയിപ്പിച്ചൊരു കാര്യമാണ് ഇവിടെ ആന ഇറങ്ങുന്ന സ്ഥലമാണ് ഇത്. ആന സ്ഥിരമായി ക്രോസ് ചെയ്യുന്ന ഏരിയയാണ്. അവിടെ ഒരു അങ്കിളുമായിട്ട് ഞങ്ങൾ പരിചയപ്പെട്ട് സംസാരിച്ചത് അതാണ്. ഇവിടെ സ്ഥിരമായിട്ട് ആന ഇറങ്ങുന്നത് കൊണ്ട് ഓരോ 100 മീറ്റർ വെച്ചിട്ട് അവിടെ ആളെ ഇരുത്തിയിട്ടുണ്ട്. ഇത് കല്ലാറിൻ്റെ ഒരു ഭാഗമാണ്. ഈ വെള്ളക്കെട്ടിൽ കൂടെ ഇറങ്ങി വേണം നമുക്ക് അപ്പുറത്തേക്ക് പോകാനായിട്ട്. വളരെ അപകടം പിടിച്ച ഒരു സ്ഥലമാണ് ഇത്. ഇവിടെ കുളിക്കാനോ വെള്ളത്തിലിറങ്ങാനോ ഒന്നും പാടില്ല. അത് കയറ് കെട്ടി നിയന്ത്രിച്ചിട്ടുണ്ട്. എങ്കിലും കുറച്ച് പേരൊക്കെ വെള്ളത്തിലിറങ്ങി ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. വളരെ മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു അവിടെ. നല്ല ഉരുണ്ട കല്ലുകളും നല്ല തെളിഞ്ഞ വെള്ളമാണ് അവിടുത്തെ വെള്ളത്തിൻ്റെ പ്രത്യേകത. അതും നല്ല ഉരുണ്ട പാറക്കല്ലുകൾക്കിടയിൽ നല്ല ക്ലിയറായിട്ട് ഒഴുകുന്ന വെള്ളം. അതിനകത്ത് കുഞ്ഞു നിറയെ മീനുകൾ. ഈ പാറയുടെ ഇടയ്ക്കൊക്കെ നിറയെ മീനാണ്. ഒരു മീൻ കൂട്ടം, വലിയ മീനിൻ്റെ കൂട്ടം തന്നെയുണ്ട്. ക്യാമറയുടെ ഫോണിൻ്റെ ക്യാമറ ആയതുകൊണ്ട് എത്രത്തോളം ക്ലിയർ ആവുമെന്ന് അറിയില്ല. ശരിക്കും നല്ല ഭംഗിയുണ്ട്. നമ്മൾ അക്വേറിയത്തിലിട്ട് മീൻ കുഞ്ഞുങ്ങളെ വളർത്തുന്ന അതേ ഫീലാണ്. കാരണം നല്ല ഉരുളൻ കല്ലുകൾക്കിടയിൽ കുഞ്ഞു മീൻ നിറയെ ക്ലിയർ ആയിട്ടുള്ള വെള്ളവും ഉരുളൻ കല്ലുകളും ഒക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത്. ഞങ്ങളിവിടെ വലിയ ഒരു മരം കണ്ടു. എന്ത് മരമെന്ന് അറിയത്തില്ല, പക്ഷേ ഇവിടെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു മരമാണ്. വർഷങ്ങൾ പഴക്കമുള്ള ഒരു പടുകൂറ്റൻ മരം. ഫോണിൻ്റെ ക്യാമറയ്ക്ക് എടുക്കാൻ പറ്റാത്ത രീതിക്ക് അത്രമേൽ വലിയൊരു മരമാണ്. അങ്ങനെ ഞങ്ങൾ വളരെ ദൂരം യാത്ര ചെയ്ത് കാണാനായിട്ട് വളരെ ആകാംക്ഷയോടെ വന്ന സ്ഥലം എത്തി. നല്ല സൗണ്ടാണ്, വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടാണേ. വെള്ളം തീരെ കുറവാണ്, വെള്ളം നല്ല കുറവാണ്. കാരണം ഇത്രയും വേനൽ സമയം ആയതുകൊണ്ടാവാം വെള്ളം നല്ല കുറവാണ്. ഇത് അഗസ്ത്യാർ വനത്തിൽ നിന്ന് വരുന്ന വെള്ളമാണ്. അവരിത് കുടിക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ ദാ കാണുന്നത് വലിയ മീനുകളാണ് കേട്ടോ. ഒത്തിരി മീനുകളുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല. വലിയ മീനുകളാണ്, പേരൊന്നും അറിയത്തില്ല. വലിയ മീനുകളാണ്. മീനിൻ്റെ കൂട്ടം തന്നെ നിൽപ്പുണ്ട്. അതുകൊണ്ടാവും മീൻ മുട്ടിയെന്ന് ഈ സ്ഥലത്തിന് പേര് വന്നത്. എനിക്കറിയില്ല. ഒത്തിരി മീനുണ്ട്, ഒത്തിരി മീനിവിടെ കൂട്ടത്തോടെ നിൽപ്പുണ്ട്.
വളരെ മനോഹരമായ കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇത്രയും ദൂരം നടന്നു വന്ന ക്ഷീണവും ദാഹവും എല്ലാം നമുക്കിവിടെ എത്തുമ്പോൾ മാറിക്കിട്ടും. അത്രമേൽ മനോഹരമായ കാഴ്ചയാണ്. ഇത്രയും ദൂരം നടന്നു വന്നിട്ട് ഒരു നഷ്ടവും ഇല്ല. നല്ല മനോഹരമായ കാഴ്ചകളാണ്. അങ്ങനെ ഞങ്ങളും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചു പോവുകയാണ്. ഈ കാടിനുള്ളിൽ ഒത്തിരി മൃഗങ്ങളുണ്ടെന്ന് കേട്ടു. എങ്കിലും ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത് കുറച്ച് മങ്കികളെയാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. പുതിയ നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ ബായ്.